എന്നെങ്കിലും ബൈക്ക് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉള്ളവരോ അല്ലെങ്കിൽ ഓൾറെഡി ബൈക്ക് ഉണ്ട് അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരോ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാൻ എൻ്റെ വണ്ടി എടുക്കുന്ന സമയത്ത് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കുറച്ച് മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും അത് റിയൽ ലൈഫിലേക്ക് വരുമ്പം നമുക്ക് കാര്യമായ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. വർഷം 2023. ഞാനന്ന് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഒരു ജോലിക്ക് വേണ്ടി തെണ്ടി നടക്കുന്ന സമയം. അന്ന് എനിക്ക് ലോക്കൽ യൂസിന് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, ഒരു ജിക്സർ 155 ഉണ്ടായിരുന്നു. ആ വണ്ടിയും കൊണ്ടാണ് മെയിനായിട്ട് എൻ്റെ കറക്കവും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരു കമ്പനിയിൽ ജോബ് അപ്ലൈ ചെയ്തു, അവിടെ സെലക്ഷൻ കിട്ടി. അങ്ങനെ അവിടുത്തെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ സ്റ്റെല്ലിൻ്റെ വീഡിയോ കാണുന്നത്. V-Strom 250 അത്രയ്ക്ക് അങ്ങോട്ട് കലങ്ങില്ല എന്ന് പറഞ്ഞ ഒരു ടൈറ്റിലും തമ്മിലൊക്കെ വെച്ചിട്ടാണ് അന്ന് വീഡിയോ ഉണ്ടായിരുന്നത്. ഇന്നും വീഡിയോ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ആ വീഡിയോ കണ്ടു, ഓക്കെ വണ്ടി വലിയ കുഴപ്പമില്ല, എൻ്റെ യൂസേജിനൊക്കെ പറ്റിയ വണ്ടിയാണ് എന്നെനിക്ക് തോന്നി. ഞാൻ സാധാരണ എല്ലാ വണ്ടിയുടെയും റിവ്യൂ കാണാറുണ്ട്, വണ്ടി എടുക്കുന്നില്ലെങ്കിൽ കൂടി ഞാൻ കാണാറുണ്ട്. അപ്പോൾ അന്ന് അങ്ങനെ റിവ്യൂ കണ്ടു, വെറുതെ വിട്ടു. പിന്നെ ഒരു ദിവസം ഞാൻ എറണാകുളത്ത് പോയ സമയത്ത് ഈ വണ്ടി അവിടെ ട്രാഫിക്കിൽ കണ്ടു. വണ്ടി നല്ല മഞ്ഞ കളറായതുകൊണ്ട് ഐ ക്യാച്ചിയാണ്. അപ്പം അന്ന് വണ്ടി എൻ്റെ കണ്ണിലല്ല, എൻ്റെ മനസ്സിലാണ് അതിൻ്റെ ഇമേജ് പതിഞ്ഞത്, നമ്മുടെ സിനിമയിൽ പറയുന്ന പോലെ. അപ്പോൾ അതിനുശേഷം ഞാൻ വണ്ടിയുടെ കൂടുതൽ റിവ്യൂസ് കാണാൻ തുടങ്ങി, കൂടുതൽ ഫോട്ടോസ്. അങ്ങനെ ഈ വണ്ടീനെക്കുറിച്ച് മാത്രം ഊണിലും ഉറക്കത്തിലും ചിന്തയായി, സ്വപ്നത്തിലൊക്കെ വണ്ടി വരാൻ തുടങ്ങി. അങ്ങനെ ഈ എക്സൈറ്റ്മെൻറ്റ് പിടിച്ച് നിർത്താൻ പറ്റാതെ ഞാൻ വെറുതെ ഒന്ന് ഡീലർഷിപ്പിൽ വിളിച്ച് റേറ്റ് അന്വേഷിച്ചു. അപ്പം റേറ്റ് അന്വേഷിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാമല്ലോ. പിന്നെ എക്സിക്യൂട്ടീവ് എന്നെ വെറുതെ വിട്ടില്ല, എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വിളിച്ച് അവസാനം ഞാൻ എൻ്റെ ജിക്സർ 250 എക്സ്ചേഞ്ച് ആക്കുന്നുണ്ടെങ്കിൽ ജിക്സർ 150 എക്സ്ചേഞ്ച് ആക്കുന്നുണ്ടെങ്കിൽ എത്ര റേറ്റ് കിട്ടുമെന്നൊക്കെ ഞാൻ അന്വേഷിച്ചു. അപ്പോൾ അവർ മോശമില്ലാത്തൊരു റേറ്റ് പറഞ്ഞു. 2023 നവംബറിലാണ് സംഭവം. അപ്പോൾ അവരുടെ ഒരു പിച്ച് എന്താണെന്ന് വെച്ചാൽ, അവരിപ്പോൾ പറഞ്ഞ റേറ്റ് ഈ ഒരു മാസം ഡിസംബറും കൂടെ കഴിഞ്ഞ് 2024 പിന്നെ ജിക്സറിന് കിട്ടില്ല എന്നായിരുന്നു അവരുടെ സെയിൽസ് പിച്ച്. ഞാൻ അതിൽ വീണു. ഞാനങ്ങനെ വണ്ടി എക്സ്ചേഞ്ച് ആക്കി, ഒന്നും ആലോചിച്ചില്ല, V-Strom എടുത്തു. അന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തിൻ്റെ ഏകദേശം 50% മേലെ EMI ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, EMI മാത്രമാണ്, എനിക്ക് വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് EMI വെച്ച് എനിക്ക് വണ്ടി കൊണ്ടു നടക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഞാൻ വണ്ടി എടുത്തു. ഞാൻ വേറൊന്നും ആലോചിച്ചില്ല. അതാണ് എൻ്റെ ആദ്യത്തെ മിസ്റ്റേക്ക്. വണ്ടി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ജിക്സർ 150 എക്സ്ചേഞ്ച് ആക്കിയതുകൊണ്ട് തന്നെ എനിക്ക് ഡെയിലി യൂസിന് ഇപ്പം V-Strom മാത്രമേ ഉള്ളൂ. അപ്പോൾ V-Strom ഞാൻ ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്, ഓഫീസിൽ പോകുന്നുണ്ട്. വീക്കെൻഡിൽ ഞാൻ വെറുതെ വണ്ടി വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാറില്ല, വണ്ടിയും കൊണ്ട് പിന്നെയും എങ്ങോട്ടെങ്കിലും പോകും. അപ്പോൾ ഒരു മാസം എങ്ങനെ പോയാലും ചുരുങ്ങിയത് ഒരു 3000 രൂപയുടെ പെട്രോളിൻ്റെ ചിലവ് എനിക്ക് വന്നു തുടങ്ങി. ഞാൻ ഡീലർഷിപ്പ് ചോദിച്ചപ്പോൾ അവർ മൈലേജ് 40 കിലോമീറ്ററൊക്കെ ആണെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 27-28 ആ റേഞ്ചിലാണ്. കാരണം എൻ്റെ യൂസേജ് അതുപോലെയായിരുന്നു. അപ്പോൾ എൻ്റെ ആ ഒരു സാലറി വെച്ചിട്ട് എനിക്ക് EMI അടക്കാനും അതുപോലെ തന്നെ പെട്രോൾ അടിക്കാനും കൂടെ പറ്റാത്തൊരവസ്ഥ വന്നു. അതിനൊരു 3 മാസം കഴിഞ്ഞ സമയത്ത് വണ്ടിയുടെ ബ്രേക്ക് പാഡ് തീർന്നു. പുതിയ വണ്ടിയുടെ ബ്രേക്ക് പാഡ് തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ആ സമയത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഞാൻ സുസുക്കിക്ക് മെയിലൊക്കെ അയച്ചു. അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ അന്നേരം V-Strom ഓണേഴ്സ് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ എനിക്ക് മാത്രമാണ് ഫേസ് ചെയ്തതെന്ന് വെച്ചിട്ട് ഞാൻ മെയിൽ അയച്ചു. അപ്പോൾ അത് പിന്നെ ഡീലർഷിപ്പിനാണ് നെഗറ്റീവായിട്ട് വന്നത്. അവർ കോൺടാക്ട് ചെയ്തു, റീപ്ലേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. റീപ്ലേസ് ചെയ്തു. അടുത്ത ബ്രേക്ക് പാഡും 5000 കിലോമീറ്ററിനുള്ളിൽ തന്നെ തീർന്നു. അപ്പോഴാണ് എനിക്കിത് വണ്ടിയുടെ സ്റ്റാൻഡേർഡ് ഇഷ്യൂ ആണെന്ന് മനസ്സിലായത്. എനിവേ EMIയും വണ്ടിയുടെ മെയിൻ്റനൻസും ഫ്യൂവലിൻ്റെ കോസ്റ്റും എല്ലാം കൂടെ താങ്ങാതായപ്പോൾ ഞാൻ വണ്ടി വീട്ടിൽ വെച്ച് ഓഫീസിലേക്ക് ബസ്സിന് പോയി വരാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ഇപ്പോഴത്തെ ജോബ് വെച്ചിട്ട് ഈ വണ്ടി എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ വണ്ടി എടുക്കുന്നതിന് മുന്നേ ആലോചിക്കേണ്ടതായിരുന്നു. പക്ഷേ ഞാനത് ആ സമയത്തെ എക്സൈറ്റ്മെൻറ്റിൽ ഞാനൊന്നും ആലോചിച്ചില്ല. ഈവൻ ആ ഡീലർഷിപ്പ് പോയിട്ട് അവിടെ നിന്ന് അവർ കാണിച്ച പേപ്പറിലൊക്കെ സൈൻ ചെയ്യുമ്പോൾ പോലും ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അതൊക്കെ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു. പക്ഷേ നിങ്ങൾക്കൊക്കെ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. കാരണം ആരാണെങ്കിലും പുതിയ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഡീലർഷിപ്പിൽ പോയിട്ടുള്ള ആ ഒരു മൊമെൻറ്റും കാര്യങ്ങളൊന്നും നിങ്ങളുടെ മനസ്സിൽ രജിസ്റ്റർ ആവില്ല. നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളുടെ വണ്ടി എന്നുള്ള ആ ഒരു മൊമെൻറ്റിൽ മാത്രമായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ. പിന്നെ നിങ്ങൾക്ക് സംശയം വരുമ്പോൾ രണ്ടാമത് എക്സിക്യൂട്ടീവിനെ വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കുകയാണ് സാധാരണ സംഭവിക്കാറ്. ഇത് എൻ്റെ ഫ്രണ്ട്സിനും 2-3 പേർക്ക് സംഭവിച്ചതാണ്. അപ്പോൾ നിങ്ങളൊരു വണ്ടി എടുക്കുമ്പം ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വണ്ടിയുടെ റിയൽ ടൈം മൈലേജും കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് യൂട്യൂബൊക്കെ നോക്കി മനസ്സിലാക്കി വെക്കുക. ഞാൻ കുറേ റിവ്യൂ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും ഈ മൈലേജിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന ബാധ്യത EMI മാത്രമല്ല. ഇപ്പോൾ EMI ഇട്ടിട്ടല്ല നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കൂടി വണ്ടിയുടെ മെയിൻ്റനൻസ്
നിങ്ങൾ ഒരു റഫായിട്ട് മനസ്സിലാക്കി വെക്കണം. ഞാൻ രണ്ടാമത് ചെയ്ത മിസ്റ്റേക്കാണ് ഞാൻ വണ്ടിയുടെ യൂസേജ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളത്. കാരണം ഇതുപോലൊരു വണ്ടി വാങ്ങിയിട്ട് നമ്മളെന്തായാലും വീട്ടിലെ പോർച്ചിൽ വെക്കാൻ പോകുന്നില്ല. ഞാൻ വണ്ടി വെറുതെ വീട്ടിൽ കിടക്കുന്നുണ്ട എടുത്ത് എങ്ങോട്ടെങ്കിലും പോകും. ഈ വണ്ടി എടുത്തതിന് ശേഷമാണ് ഞാൻ ഒരുപാട് ലോങ് റൈഡ്സ് പോയിട്ടുള്ളത്. കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിലും ഫണ്ട് ഇല്ലെങ്കിലും വണ്ടി പോർച്ച് കിടക്കുന്നുണ്ട ഞാൻ എടുത്ത് എങ്ങോട്ടെങ്കിലും പോകും. അപ്പോൾ രണ്ടാമത്തെ മിസ്റ്റേക്ക് ഇതാണ്. കൂടുതൽ റൈഡ് ചെയ്യുമ്പോൾ കൂടുതൽ ഫ്യൂൽ വേണം, അതുപോലെ തന്നെ കൂടുതൽ തേയ്മാനങ്ങളുണ്ടാവും, അതിനനുസരിച്ച് കൂടുതൽ മെയിൻ്റനൻസ് ഉണ്ടാവും. ഇതും നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുന്നേ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒരു കോസ്റ്റാണ്. കാരണം നമ്മളെ ഡെയിലി യൂസേജ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ പോരാ, വീക്കെൻഡ് റൈഡ്സിൽ അതിനേക്കാളും 10 മടങ്ങ് ചിലവ് വരും. ഞാനതിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്ത മൂന്നാമത്തെ മിസ്റ്റേക്കാണ് വണ്ടിക്ക് വേണ്ടി എമർജൻസി ഫണ്ടൊന്നും കരുതിയിരുന്നില്ല എന്നുള്ളത്. എല്ലാവരും പറഞ്ഞു സുസുക്കിയാണ്, മെയിൻ്റനൻസ് ഒന്നും വരില്ല, പീസ് ഓഫ് മൈൻഡ് ആണെന്ന്. ഞാനതങ്ങനെ വിശ്വസിച്ചു. അപ്പോൾ ആക്ച്വലി വണ്ടി പീസ് ഓഫ് മൈൻഡ് ആണ്. പക്ഷേ മെയിൻ്റനൻസ് എന്നും ഏത് വണ്ടിയാണെങ്കിലും ബേസിക് മെയിൻ്റനൻസ് നമ്മൾ ചെയ്തേ മതിയാവുള്ളൂ. അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അഡ്വഞ്ചർ ബൈക്ക് ആയതുകൊണ്ട് കൂടുതൽ വണ്ടികളും 5000 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ബ്രേക്ക് പാഡ് തീരും. അതെൻ്റെ കാൽക്കുലേഷനിലേ ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം ഞാൻ സർവീസിന് കൊണ്ടുപോയപ്പോഴാണ് അവർ ബ്രേക്ക് പാഡ് തീർന്നു, ക്ലച്ച് കേബിൾ മാറ്റണം, അതുപോലെ തന്നെ കോൺസെപ്റ്റ് കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടെ എനിക്ക് റീപ്ലേസ് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ലൊരു കോസ്റ്റായി. അപ്പോൾ ഇതുപോലുള്ള മെയിൻ്റനൻസ് നമ്മൾ വിചാരിക്കാതെ വരുന്നതാണ്. ഇതിനൊക്കെ നമ്മളെന്നും ഒരു എമർജൻസി ഫണ്ട് കരുതിയിരിക്കണം. പിന്നെ എൻ്റെ വിസ്റ്റോം 250ക്ക് വേണ്ടിയാണ്, ഈ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ജോബ് സ്വിച്ച് ചെയ്യുന്നത്. ഒരു നല്ല കരിയർ കിട്ടി. അപ്പോൾ അതിനുള്ള മെയിനായിട്ടുള്ള ക്രെഡിറ്റ് വിസ്റ്റോമിനാണ്. അതുകൂടാതെ നമ്മുടെ ഈ ചാനൽ തുടങ്ങാൻ കാരണവും വിസ്റ്റോമാണ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് മണ്ടത്തരാണെങ്കിലും ഈ വണ്ടി കാരണം എനിക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും എല്ലാവർക്കും നടക്കുന്ന കാര്യങ്ങളല്ല. ആദ്യമായിട്ട് ഒരു പുതിയ വണ്ടി എടുക്കുന്ന ആളുകളുണ്ടാവും, അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അവർക്കായിരിക്കും ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവാൻ പോകുന്നത്. ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് വണ്ടി വാങ്ങിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ കൊടുത്ത ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വണ്ടി എടുക്കുന്നതിന് മുന്നേ നിങ്ങളെക്കൊണ്ട് താങ്ങാൻ പറ്റുന്ന റെസ്പോൺസിബിലിറ്റി ആണോ ഇത് എന്നുകൂടി ഒന്ന് ആലോചിക്കുക. കാരണം ഒരു വണ്ടി എന്ന് പറയുന്നത് അതൊരു ഫ്രീഡമാണ്. പക്ഷേ ആ ഫ്രീഡത്തിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓണർഷിപ്പ് എക്സ്പീരിയൻസ് നരകതുല്യമായിരിക്കും. ഞാൻ വണ്ടി എടുത്ത് ആദ്യത്തെ ഒരു 2 മാസത്തേക്ക് ഇതായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.